നമ്മുടെ കണ്ണൊരു പഴയ ക്യാമറ പോലെയാണ്. ലൈറ്റ് റേസ് ലെൻസിൽ കൊണ്ട് കടന്ന് ഫിലിമിൽ പതിയുമ്പോഴാണ് അതൊരു ഫോട്ടോ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ കണ്ണ്. ഈ ഞരമ്പ് പാണിനെയാണ് റെറ്റിന എന്ന് പറയുന്നത്. റെറ്റിനയുടെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ലൈറ്റിൻ്റെ കളറും ഷേപ്പും ബ്രെയിനിലോട്ട് വിഷൻ ഇമ്പൾസ് ആയിട്ട് അയച്ചു കൊടുക്കലാണ്. ഈ റെറ്റിന ഈ പൊസിഷനിൽ നിന്ന് മാറിപ്പോണ അവസ്ഥേനാണ് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. റെറ്റിന ഈ ഭാഗത്തു നിന്ന് ഡിറ്റാച്ച് ചെയ്യുമ്പോൾ ഈ രക്തോട്ടം കുറയും. പതുക്കെ ഈ ഞരമ്പിൻ്റെ ജീവൻ കുറഞ്ഞുകൊണ്ട് കാഴ്ച പതുക്കെ മങ്ങി തുടങ്ങും. റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് വരാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഞരമ്പിൻ്റെ അറ്റങ്ങളിൽ ദ്വാരം അല്ലെങ്കിൽ കീറൽ ഉണ്ടായാൽ അതിൽ കൂടെ വെള്ളം കയറി ഞരമ്പ് വിട്ടുപോരാൻ സാധ്യതയുണ്ട്. ഷോർട്ട് സൈറ്റ് വളരെ ഹൈ പവർ, അതായത് 5 ഡയോപ്റ്റർ മുകളിലുള്ളവർക്ക് കീറലും ദ്വാരങ്ങളും വീഴാൻ സാധ്യത കൂടുതലാണ്. പാരമ്പര്യമായിട്ട് റെറ്റിനൽ ഡിറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാർക്കും ഇങ്ങനെ വരാം. മുമ്പ് കണ്ണിന് എന്തെങ്കിലും ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇതിന് ചെറിയൊരു സാധ്യത ഉണ്ട്. റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടെന്ന് നമുക്കിങ്ങനെ മനസ്സിലാവാൻ പറ്റും. അതിന് പ്രധാനമായിട്ട് 3 ലക്ഷണങ്ങളാണ് കണ്ടുവരുന്നത്. ഒന്ന്, ഫ്ലാഷസ്, ക്യാമറ ഫ്ലാഷ് പോലെ ലൈറ്റ് പെട്ടെന്ന് അടിക്കും. രണ്ടാമത്തെ ലക്ഷണം ഫ്ലോട്ടേഴ്സ്, അതായത് കറുത്ത പുള്ളികൾ പോലെ കണ്ടു തുടങ്ങും. മൂന്നാമത്തത് ഫീൽഡ് ലോസ്, കാഴ്ചയുടെ ഒരു ഭാഗത്ത് മറ പോലെ വന്നു തുടങ്ങും. ഈ 3 ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് ആവാൻ ചെറിയൊരു സാധ്യതയുണ്ട്. റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് ഒരു മെഡിക്കൽ എമർജൻസിയാണ്. അപ്പോൾ ഈ പറഞ്ഞ 3 ലക്ഷണങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം അനുഭവപ്പെടുകയാണെങ്കിൽ അപ്പോൾ തന്നെ പരിശോധിക്കേണ്ടതാണ്.